ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യാപക അവാർഡിന്റെയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന്റെയും സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട്ട് 2 പേർക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ ഏഷ്യാകപ്പ് ട്വന്റി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ UAE-ക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. വാരണാസിയിൽ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ മൊറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റംഗൂലത്തിന്റെ സ്വീകരണ പരിപാടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. തുടർന്ന് റംഗൂലുവുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി പങ്കാളിത്ത വിഷയങ്ങളിൽ ചർച്ച നടത്തും. വൈകിട്ട് ഉത്തരാഖണ്ഡിലെ പ്രളയബാധിത മേഖലകളിൽ പ്രധാനമന്ത്രി വ്യോമ നിരീക്ഷണം നടത്തും. തുടർന്ന് ഉന്നതതല അവലോകന യോഗത്തിലും നരേന്ദ്രമോദി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദോഹയിലെ ആക്രമണം സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്ക ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി പങ്കുവച്ചു. അമീറുമായി ടെലിഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി ഖത്തറിന്റെ പരമാധികാരത്തിനുമേൽ ഉണ്ടായ ആക്രമണത്തെ അപലപിക്കുന്നതായി അറിയിച്ചു. പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെയും നയതന്ത്ര നീക്കത്തിലൂടെയും പരിഹരിക്കുന്നതിനെയാണ് ഇന്ത്യ എന്നും പിന്തുണയ്ക്കുന്നതെന്ന് പ്രധാനമന്ത്രി പിന്നീട് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നിലനിൽക്കുന്ന രാജ്യം എല്ലാത്തരം ഭീകരപ്രവർത്തനങ്ങൾക്കും എതിരാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ISROയും ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ എന്നിവയുമായി ചെറുകിട ഉപഗ്രഹ വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ കൈമാറ്റ കരാർ ഒപ്പുവെച്ചു. ആഗോളതലത്തിൽ ഇത്തരം വിക്ഷേപണ വാഹനങ്ങൾക്ക് വർദ്ധിച്ചുവരുന്ന ആവശ്യകത പരിഗണിച്ചാണ് കരാർ ഒപ്പുവെച്ചതെന്ന് ISRO അറിയിച്ചു. ശ്രീഹരിക്കോട്ടയിൽ നിന്നും കുലശേഖരപട്ടണത്തെ പുതിയ വിക്ഷേപണ സ്ഥലത്തു നിന്നും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിയും. വരും തലമുറ GST പരിഷ്കരണത്തിലൂടെ ഡ്രോണുകളുടെ നികുതി നിരക്ക് 5% നടപടി വിവിധ മേഖലകളിൽ ഏറെ ഗുണപ്രദമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്. നേരത്തെ 18% ഡ്രോൺ മേഖലയ്ക്ക് ചുമത്തിയിരുന്ന GST നിരക്ക്. കൃഷി, ഖനനം, ചരക്കുനീക്കം, രാജ്യരക്ഷാ നിരീക്ഷണം തുടങ്ങിയ ഡ്രോൺ ഉപയോഗങ്ങൾക്ക് GST കുറച്ചതിലൂടെ വൻ വികസന സാധ്യതയാണ് പ്രതീക്ഷിക്കുന്നത്. നിർമ്മാണം, സോഫ്റ്റ്വെയർ വികസനം, പ്രവർത്തിപ്പിക്കൽ മേഖലകളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും GST കുറച്ച നടപടി സഹായിക്കും. വരും തലമുറ GST ഘടനാ മാറ്റത്തെ ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. ഒരേ രാജ്യം, ഒരേ നികുതി, ഒരേ വില എന്ന വാഗ്ദാനം നടപ്പിലാക്കി എല്ലാ മേഖലകൾക്കും ആശ്വാസം നൽകണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രിമാർക്കും കേരളത്തിലെ MPമാർക്കും നിവേദനം നൽകിയതായി അസോസിയേഷൻ ഭാരവാഹി ഷെവലിയർ EC ചാക്കുണ്ണി പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ വേഗത്തിലാക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കേന്ദ്രമന്ത്രി അമിത്ഷാ രാവിലെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് പരിപാടി നടപ്പാക്കുന്നത്. ഇതോടെ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പ്രക്രിയ സുഗമമാകും. ഡൽഹി, മുംബൈ, കൊച്ചി തുടങ്ങി രാജ്യത്തെ 8 വിമാനത്താവളങ്ങളിൽ നിലവിൽ ഈ സംവിധാനം ലഭ്യമാണ്. സംസ്ഥാന അധ്യാപക അവാർഡിന്റെയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന്റെയും സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. തിരുവനന്തപുരത്ത് ഇന്നലെ അധ്യാപക പുരസ്കാര ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധ്യാപക അവാർഡ് 10,000 രൂപയിൽ നിന്ന് 20,000 രൂപയായും മുണ്ടശ്ശേരി പുരസ്കാരം 10,000 രൂപയിൽ നിന്ന് 25,000 രൂപയായും ഉയർത്താനാണ് തീരുമാനം. കോഴിക്കോട്ട് 2 പേർക്ക് കൂടി അമേബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച മലപ്പുറത്തെ 10 വയസ്സുകാരിക്കും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രാമനാട്ടുകരയിലെ 30കാരിക്കുമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ 11 പേരാണ് കോഴിക്കോട്ട് ചികിത്സയിൽ കഴിയുന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആലപ്പുഴയിൽ CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ CPI ജനറൽ സെക്രട്ടറി D രാജ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സിനിമാ താരം പ്രകാശ് രാജ്, PP സുനിർ MP തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനം നാളെ സമാപിക്കും. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ കണ്ണൂർ എടക്കാട്ടെ യാത്രാക്ലേശം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ദേശീയപാത അതോറിറ്റിയുമായി ചർച്ച നടത്തും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
കണ്ണൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് നിലവിലെ ദേശീയപാതയിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ദേശീയപാത 66 പ്രവേശിക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. പുതിയ പാത പൂർത്തിയാവുന്നതോടെ ബസ്സുകൾ 7 കിലോമീറ്ററോളം അധികം സഞ്ചരിക്കേണ്ടി വരുമെന്നതാണ് പ്രതിഷേധം ശക്തമാകാൻ കാരണം. ദേശീയപാത നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ ആവശ്യപ്പെട്ട അടിപ്പാത നിർമ്മിക്കാത്തതാണ് പ്രക്ഷോഭങ്ങളിലേക്കും ബസ് പണിമുടക്കിലേക്കും നയിച്ചത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് രാവിലെ 10:30 യോഗം. ദുബായിൽ ഏഷ്യാകപ്പ് ട്വന്റി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ UAE പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത UAE 13.1 ഓവറിൽ 57 റൺസിന് പുറത്തായി. 4.3 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസെടുത്ത് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നു. പാലക്കാട് വടക്കഞ്ചേരിയിൽ 30ാമത് സീനിയർ വിമൻസ് നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. രാജ്മാത ജിജാഭായ് ട്രോഫിയുടെ ഗ്രൂപ്പ് G മത്സരത്തിൽ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ പങ്കെടുക്കും. ഈ മാസം 15-നാണ് അവസാന മത്സരം. ഓരോ ദിവസവും 2 മത്സരങ്ങൾ ഉണ്ടായിരിക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കൌൺസിലിലെ തദ്ദേശ പ്രതിനിധി തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 6-നും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രതിനിധി തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 14-നുമാണ്. ഈ മാസം 16 വരെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. മലപ്പുറം ജില്ലാ നിക്ഷേപക സംഗമം വൈകിട്ട് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ ഒരു വർഷത്തിനകം 3500 കോടി രൂപയുടെ നിക്ഷേപവും 2000 തൊഴിലവസരങ്ങളും ലക്ഷ്യമിടുന്ന നിക്ഷേപക സംഗമം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹായത്തോടെയാണ് സംഘടിപ്പിക്കുന്നത്. മന്ത്രി V. അബ്ദുറഹ്മാനും മുതിർന്ന ഉദ്യോഗസ്ഥരും സംഗമത്തിൽ പങ്കെടുക്കും. മലപ്പുറം ജില്ലയിലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കിയ പദ്ധതി നാളെ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 16.36 കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തിയാക്കിയത്. മലമ്പുഴ ഉദ്യാനം ഇന്നു മുതൽ ഏതാനും ദിവസം അടച്ചിടുമെന്ന് ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ തുടർന്നാണിത്. കൊല്ലം ജില്ലയിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 12 വരെ മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തും. ഈ മാസം 30 വരെയാണ് നിയന്ത്രണം. കടലിൽ രാത്രികാല നിയമവിരുദ്ധ മത്സ്യബന്ധന രീതികൾ വ്യാപകമാണെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. താമരശ്ശേരി ചുരം റോഡിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കോഴിക്കോട് NITയിലെ വിദഗ്ധ സംഘം പരിശോധിച്ചു. ഡ്രോൺ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തിന്റെ ദൃശ്യങ്ങൾ ശേഖരിച്ചു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മണ്ണിടിച്ചിൽ സാധ്യതയും ആഘാത സാധ്യതയും അടക്കം കാര്യങ്ങൾ സംഘം തയ്യാറാക്കും. ആഗോള അയ്യപ്പ സംഗമം, തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന വികസന സദസ്സ് എന്നീ വിഷയങ്ങളിലെ UDFന്റെ സംസ്ഥാന നയ വിശദീകരണ കൺവെൻഷൻ വൈകിട്ട് കോഴിക്കോട്ട് ചേരും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭാരവാഹികളും UDF ജില്ലാ, മണ്ഡലം ഭാരവാഹികളും കൺവെൻഷനിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് നടത്തിയ നല്ലോണം മീനോണം പരിപാടിയിൽ കണ്ണൂർ ജില്ലയിൽ 46 മത്സ്യക്കുളങ്ങളിൽ നിന്ന് 7712 കിലോ മത്സ്യം വിളവെടുത്തു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന, ജനകീയ മത്സ്യകൃഷി, ഒരു മീൻതോട്ടം തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെട്ട കർഷകരുടെ മത്സ്യങ്ങളാണ് വിളവെടുത്തത്. കിണറുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളം വിദ്യാലയങ്ങളിൽ സജ്ജീകരിച്ച ഗുണനിലവാര ലാബുകളിൽ പരിശോധിച്ച് മാലിന്യമുക്തമെന്ന് ഉറപ്പാക്കണമെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരായ ക്യാമ്പയിനിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും ജാഗ്രത പുലർത്തണമെന്നും നവകേരളം കർമ്മ പദ്ധതി ജില്ലാ മിഷൻ യോഗത്തിൽ അവർ ആവശ്യപ്പെട്ടു. കണ്ണൂർ നഗരത്തിലെയും പരിസരത്തെയും തെരുവു കച്ചവടം വർദ്ധിക്കുന്നത് നിയന്ത്രിക്കാൻ സ്വീകരിച്ച നടപടികൾ 2 മാസത്തിനകം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ഉത്തരവിട്ടു. പയ്യാമ്പലം ബീച്ച് പരിസരത്ത് റോഡരികിലെ തട്ടുകടകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നതിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് നിർദ്ദേശം. ഗോത്ര സമൂഹങ്ങൾ ഉൾപ്പെടെ വിഭാഗങ്ങളുടെ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്തണമെന്ന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ പറഞ്ഞു. അങ്കണവാടികളിലും സ്കൂളുകളിലും ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം കാസർകോട്ട് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശും ഉത്തരാഖണ്ഡും സന്ദർശിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അധ്യാപക അവാർഡിന്റെയും പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന്റെയും സമ്മാനത്തുക വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കോഴിക്കോട്ട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തു. ദുബായിൽ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ UAEക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.